പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇപ്പം രണ്ട് ചിത്രങ്ങളുടെ ഇന്നത്തെ കളക്ഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചിത്രം ദിലീപ് ലാലേട്ടൻ ധനഞ്ജയ് ശങ്കർ കോംബോയിൽ ഇറങ്ങിയ ബബ്ബബ എന്ന ചിത്രം. മറ്റൊരു ചിത്രമാണ് ഇന്ന് റിലീസ് ചെയ്ത സർവമായ എന്ന നിവിൻ പോളി അഖിൽ സത്യൻ ടീമിൻ്റെ ചിത്രം. ഈ രണ്ട് ചിത്രങ്ങളിലും ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക എന്താണ് എന്ന് നമുക്ക് ട്രാക്കിംഗ് കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. മികച്ച രീതിയിൽ മുന്നേറുന്ന രണ്ട് ചിത്രങ്ങൾ. അതിനാദ്യം ഏത് പറയണം? ഇന്നിറങ്ങിയ സർവമായ എന്ന ചിത്രത്തെ പറ്റി പറയാം. സർവമായ എന്ന ചിത്രം 2,85,00,000 രൂപ മികച്ച ട്രാക്കിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തുക ഒരു 3.5-4 കോടി റേഞ്ചിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൻ്റെ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പം ഏകദേശം 10,000-ൽ പരം ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകും ബുക്ക് മൈ ഷോയിലൂടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളിയെ സംബന്ധിച്ച് വമ്പനൊരു തിരിച്ചുവരവാണ് ഈ ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത്. അഖിൽ സത്യൻ നമ്മുടെ നിവിൻ പോളി എന്ന വ്യക്തിയെ മികച്ച രീതിയിലുള്ള പ്രകടനത്തിലൂടെ മലയാള പ്രേക്ഷകർക്ക് ഒരു തിരിച്ചുവരവിൻ്റെ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ചിത്രം കണ്ടപ്പം അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മികച്ച രീതിയിലുള്ള കളക്ഷൻ ഈ ചിത്രം നേടുന്നുണ്ട്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ആദ്യ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8-10 കോടിക്കും ഇടയ്ക്കുള്ള തുക തന്നെ ആയിരിക്കാം എന്ന് തോന്നുന്നു. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ മികച്ച രണ്ടാമത്തെ കളക്ഷൻ ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. രണ്ടാമത്തെ ചിത്രമാണ് ബബ്ബബ എന്ന ചിത്രം. ബബ്ബബ എന്ന ചിത്രം മികച്ച ക്രിസ്മസ് ദിവസമായി ഇന്നലത്തേക്കാൾ മികച്ച കളക്ഷൻ നേടും എന്ന് ഏകദേശം ഉറപ്പാക്കി. ബബ്ബബ തകർന്നു പോയി, തരിപ്പണമായി പോയി, ബബ്ബബ തിയേറ്ററിൽ നിന്ന് മാറുന്നു എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും ഇന്നലത്തേക്കാളും മികച്ച കളക്ഷൻ കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടും എന്നുള്ളത് ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ്. 86 ലക്ഷമാണ് ഇതിൻ്റെ ട്രാക്കിംഗ് കളക്ഷനായിട്ട് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 1.25 റേഞ്ചിൽ തന്നെ ഇന്ന് ചിത്രം നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 25 ലക്ഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ ചിത്രം 22,50,00,000 എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 44-45 കോടി റേഞ്ചിൽ തന്നെ ചിത്രം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വൈകാതെ തന്നെ ഈ ചിത്രം 50 കോടി കടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ദിലീപിൻ്റെ തന്നെ കരിയറിലെ മികച്ച ഒരു വിജയത്തിലേക്ക് ചിത്രം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ദിലീപിൻ്റെ ചിത്രം പൊട്ടി പാളിഷായിപ്പോയി എന്ന് പറയുന്ന പലർക്കും ഇത് തിരിച്ചടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പുതിയ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ ചിത്രം മാറും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കനത്ത ഒരു തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഇന്നും 2,000, 1,000, 3,000 ഒക്കെ ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്നത് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ കാലത്ത് ബബ്ബബായും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബബ്ബബ അടുത്ത് തന്നെ 50 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയ സിനിമകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഒക്കെ.